ഈ സ്വർണ്ണവില റോക്കറ്റ് പോലെ ഇങ്ങനെ കുതിക്കുമ്പോൾ സാധാരണക്കാരായ സ്ത്രീകൾക്ക് അതിൽ ആശങ്കയാണ്. ഭാവിയിലേക്കുള്ള സമ്പാദ്യമായി പലരും കരുതിയിരുന്ന സ്വർണം വാങ്ങാമെന്ന മോഹം പോലും ഇന്ന് പലരും ഉപേക്ഷിച്ച അവസ്ഥയാണ്. സ്വർണ്ണവില കുതിക്കുമ്പോൾ സ്ത്രീകൾക്ക് എന്താണ് പറയാനുള്ളതെന്ന് നമുക്കൊന്ന് കേൾക്കാം. സ്വർണത്തിന്റെ വില ഓരോ ദിവസം കഴിയും തോറും കൂടി വരികയാണ്. ഇന്നിപ്പം സ്വർണത്തിന്റെ വില അത് 80,000 കടന്നിരിക്കുകയാണ് ഒരു പവന്. അപ്പം എന്താണ് സ്ത്രീകൾക്ക് ഇതിൽ പ്രതികരിക്കാനുള്ളത് എന്ന് നമുക്ക് ചോദിച്ചു നോക്കാം. ഞാനിപ്പോൾ വന്നപ്പോൾ ഒരു 3 പേര് ഇവിടെ സംസാരിച്ചുകൊണ്ടൊക്കെ ഇരിപ്പുണ്ട്. സ്വർണത്തിന്റെ വില കൂടിയ കാര്യമൊക്കെ അറിഞ്ഞായിരുന്നു. ഇന്നിപ്പോൾ 83 എത്തിരിക്കുക. സ്വർണത്തിന്റെ വില പടർന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് പെൺപിള്ളേരും ഉണ്ട്, അവർക്ക് കൊടുക്കാനുള്ള സ്വർണ്ണപ്പൊലി ഇങ്ങനെ വില കയറിയ നമ്മളെങ്ങനെ ഇതെടുക്കുന്നത് ധരിക്കുന്നത് മനസ്സിലാവണില്ല. ഇപ്പം ഈ വില ഇങ്ങനെ കൂടുമ്പോൾ നമ്മൾ ഇനി സ്വർണം വാങ്ങുമോ എന്ന് തന്നെ സംശയമാണെന്ന് തോന്നുന്നു. സംശയമാണ്. സ്വർണം വാങ്ങൂല, ഇനി ആരും അധികമായിട്ട് സ്വർണ്ണം ഉപയോഗിക്കൂല. ഈ സ്വർണത്തിന്റെ വില ഇങ്ങനെ കൂടിക്കൊണ്ടിരുന്ന സാധാരണക്കാരനെ സംബന്ധിച്ചിടത്തോളം സ്വർണം എന്ന് പറയുന്നത് ഒരു നമ്മൾ ആഭരണമായിട്ട് ഇടുക എന്നതിനപ്പുറത്തൊക്കെ നമുക്കതൊരു പിന്നത്തേക്കുള്ളൊരു കരുതൽ കൂടിയായിരുന്നു. ഇനിയിപ്പോൾ അങ്ങനത്തെ കരുതലൊക്കെ ഇങ്ങനെ വില കൂടുമ്പോൾ എങ്ങനെയാകും? കരുതാനും പറ്റത്തില്ല. സാധാരണക്കാർക്ക് പെൺകുട്ടികൾക്ക് സ്വർണ്ണം ഇടാനും പറ്റൂല. സ്വർണ്ണം ഇടണ്ടെന്ന് വിചാരിക്കും. ഇപ്പം ബ്രൈഡൽ ഓർണമെൻറ്റ്സ് ഉണ്ടല്ലോ, അവരെ കല്യാണ സമയത്ത് അതിട്ട് അവരാഗ്രഹം തീർക്കാം, അതേ നടക്കുള്ളൂ. സാധാരണക്കാർക്ക് ഉള്ളവർക്ക് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. കല്യാണത്തിന് മാത്രമല്ല, അല്ലെങ്കിലും നമ്മൾ സ്വർണ്ണമൊക്കെ ഇടാൻ ആഗ്രഹിക്കുന്നവരാണ് പൊതുവെ സ്ത്രീകൾ. ഇനിയിപ്പം സാധാരണക്കാരായ ആളുകൾക്ക് വലിയ ബുദ്ധിമുട്ടായിരിക്കും. വലിയ ബുദ്ധിമുട്ടാണ്, വലിയ പാടാണ്. എങ്ങനെ സ്വർണം വാങ്ങിക്കുന്നത് നമ്മൾ പാവങ്ങൾ? ഇനി വാങ്ങിക്കാതെ വല്ലതും ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യാം, അല്ലേ പറ്റൂ. വാങ്ങിക്കാതിരിക്കുക എന്നൊരു ഓപ്ഷനേ ഉള്ളൂ എന്ന് തോന്നുന്നല്ലേ? അതെ, വാങ്ങിക്കാതിരിക്കുക. ഒരുപാട് പൈസ ഇങ്ങനെ കയറിക്കൊണ്ടിരുന്ന എങ്ങനെ വാങ്ങിക്കാൻ പറ്റും? ഇതാണ് 80,000 അടുപ്പിച്ചായില്ലേ സ്വർണത്തിന്റെ വില. കഴിഞ്ഞു, ഇപ്പൊ കഴിഞ്ഞു. ഇനി കുറച്ചെങ്ങനെങ്കിലും കിട്ടിയാൽ സ്വർണത്തിന്റെ വില കുറഞ്ഞെങ്കിൽ വാങ്ങിക്കാം. സ്വർണ്ണവില കുറയും തോന്നണില്ല. ഇനി സ്വർണ്ണവില കുറയുമെന്ന് തോന്നണില്ല. 1,00,000 വന്ന് നിൽക്കും അല്ലേ? അതെ, അത്രയേ ഉള്ളൂ. ഇനിയിപ്പോ ആശങ്ക വില കൂടുതൽ നമുക്കൊരു ആശങ്ക ഉണ്ടാക്കുന്നുണ്ടോ? കുറയും ഇതാ കുറഞ്ഞു എന്ന് പറഞ്ഞു. കുറയും ഒരു 500, 100, 1000, 2000 കുറച്ചിട്ട് അതിൻ്റെ ഇരട്ടിയായിട്ട് അവർ കൂട്ടുകയാണ് ചെയ്യണത്. അത് സാധാരണക്കാർ കാര്യം ബുദ്ധിമുട്ടിലാണ്. ഒരു ആശ്ചര്യത്തിന്റെ പുറത്ത് ചോദിക്കുകയാണ്. ആന്റിയൊക്കെ കല്യാണം കഴിച്ചപ്പോൾ എത്ര രൂപയായിരുന്നു ഒരു പവൻ സ്വർണ്ണത്തിന്? ഒരു പവൻ സ്വർണ്ണം 3000-ലായിരുന്നു. പിന്നെ 3000, 4000, പിന്നെ 20 വരെ എത്തി. അത് ഏത് വർഷമായിരുന്നു ഓർമ്മയുണ്ടോ? 20, ഒരു 10 വർഷങ്ങൾക്ക് മുമ്പ് 20 വരെ എത്തി. അതെ, ആന്റി പറഞ്ഞതുപോലെ തന്നെ എല്ലാവർക്കും ഒരേ ആശങ്ക തന്നെയാണ്. സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം വലിയ ബുദ്ധിമുട്ടാണ്. കാരണം ഒരു പവൻ സ്വർണ്ണത്തിന് 80,000 അല്ലെങ്കിൽ 83,000 രൂപയൊക്കെ കൊടുത്ത് വാങ്ങുക എന്ന് പറഞ്ഞാൽ അതിപ്പോൾ പണിക്കൂലിയും കൂടെയൊക്കെ ആയി വരുമ്പോഴത്തേക്കും അത് വലിയ ഏതാണ്ട് 1,00,000 അടുപ്പിച്ച തുകയാണ് ഒരു പവൻ സ്വർണ്ണം നമ്മുടെ കയ്യിലേക്ക് വാങ്ങണമെങ്കിൽ നമ്മൾ മുടക്കേണ്ടി വരുന്നത്. സാധാരണക്കാരായ ആളുകളെ സംബന്ധിച്ചിടത്തോളം വലിയ ബുദ്ധിമുട്ടാണ് ഇവർ പറഞ്ഞതുപോലെ തന്നെ ഉള്ളത്. ആന്റി സൂചിപ്പിച്ചതുപോലെ തന്നെ ആന്റി കല്യാണം കഴിക്കുമ്പോൾ ഒരു പവൻ സ്വർണ്ണത്തിന് 3,000 രൂപ, അതൊരു അല്ലെങ്കിൽ 10,000-ൽ താഴെ എന്ന് നമുക്ക് പറയാം. 10,000-ൽ താഴെ മാത്രം ഉണ്ടായിരുന്നതാണ് ഇപ്പോൾ 80,000 കടന്ന് നിൽക്കുന്നത്. സാധാരണക്കാരായ ആളുകളെ സംബന്ധിച്ചിടത്തോളം ആഭരണം ഇടുക എന്നതിനപ്പുറത്തേക്ക്, അല്ലെങ്കിൽ ഒരു അലങ്കാരത്തിന് ആഭരണങ്ങൾ വാങ്ങുക എന്നതിനപ്പുറത്തേക്ക് ഒരു അസറ്റായി നമ്മൾ എപ്പോഴും സൂക്ഷിക്കുന്ന ഒന്നാണ് സ്വർണം. പക്ഷേ അത് ഇനി എത്രത്തോളം സാധാരണക്കാരായ ആളുകൾക്ക് അത് വാങ്ങിക്കാൻ കഴിയും, അല്ലെങ്കിൽ സ്വർണം സ്വന്തമാക്കാൻ കഴിയും എന്നുള്ളത് വലിയ ഒരു ആശങ്ക തന്നെയാണ് ഈ ഒരു സമയത്ത്. കാരണം അങ്ങനെയാണ് ഓരോ ദിവസം കഴിയും തോറും സ്വർണത്തിൻ്റെ വില കൂടിക്കൂടി വരുന്നത്.